രണ്ടാമത്തെ ടിപ്പാണ് ജേർണലിംഗ്. ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഒരാളെയും കിട്ടിയില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളും നിങ്ങളുടെ ചുറ്റുപാടിലും ഇല്ല. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണോ അത് കംപ്ലീറ്റ് അതിൻ്റെ ഫീലിങ്ങോട് കൂടി ഒരു പേപ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. ഇത് എഴുതുന്നതോടുകൂടി നമ്മുടെ സ്ട്രെസ്സ് റിലീസാവും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കംപ്ലീറ്റ് ഇമോഷൻസ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ എഴുതുക എന്നുള്ളതാണ്. അതിനിടയിൽ ചിലപ്പോൾ നമുക്ക് കരച്ചിൽ വരും, ചിലപ്പോൾ ദേഷ്യം വരും. അതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ആ ജേർണലിംഗ് പൂർത്തിയാക്കുക. അത് കഴിഞ്ഞാലുടനെ ഒന്നുകിൽ അത് കത്തിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യാം. അപ്പം നമ്മുടെ ഉള്ളിൽ അത് കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് എത്താനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ടിപ്പാണ് ബി പ്രൊഡക്റ്റീവ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണ് നെഗറ്റീവ് തോട്ട്സ് വന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. എത്രത്തോളം വെറുതെ ഇരിക്കുന്നോ അത്രത്തോളം നെഗറ്റീവ് തോട്ട്സ് നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കും. സോ മാക്സിമം എങ്ങനെയൊക്കെ പ്രൊഡക്റ്റീവ് ആവാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പഠിക്കാൻ പോകാം, പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഹോബികൾ ചെയ്യാം, നിങ്ങൾക്ക് ഗാർഡനിങ് ചെയ്യാം, കുക്കിംഗ് ചെയ്യാം. ഇത്തരത്തിൽ പ്രൊഡക്റ്റീവ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ലൈഫിനെ ബിസി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.